പിന്നെ ഞാൻ എക്സ് നേവിയാണ്, റിട്ടയർഡ് നേവിയാണ്. ഇഷ്ടംപോലെ കിട്ടുന്നുണ്ടായിരുന്നു, സ്ഥിരമായിട്ട് അടിയായിരുന്നു. എത്ര വർഷമായിട്ട് മദ്യപിക്കുന്നു? ഞാൻ 22ാമത്തെ വയസ്സ്. ഇപ്പം എന്താ കൈവച്ചപ്പോൾ അനുഭവപ്പെട്ടെ? ഇപ്പം മനസ്സിലെന്തോ ഇപ്പം മദ്യത്തോട് ഒരു വെറുപ്പ് മാതിരി. മദ്യത്തോട് വെറുപ്പ് വന്നെന്നാണ് ഈ പുള്ളി പറയുന്നത് കൈവച്ച് പ്രാർത്ഥിച്ചപ്പം. ഇനി മദ്യപിക്കുമോ ഇല്ലയോ? ഇനി ഞാൻ ഒരിക്കലും മദ്യപിക്കില്ല. കുടിക്കണമെന്ന് തോന്നുന്നില്ല. ഇനി ഒരിക്കലും മദ്യപിക്കത്തില്ല. ഇനി ഞാൻ ഒരിക്കലും മദ്യപിക്കത്തില്ല. മോനെ ദൈവശക്തി വല്ല മേൽ വ്യാപരിക്കട്ടെ. ദൈവശക്തി വല്ല മേൽ വ്യാപരിക്കട്ടെ. ദൈവശക്തി വല്ല മേൽ വ്യാപരിക്കട്ടെ. ദുഷ്ടൻ്റെ ആധിപത്യം അഴിഞ്ഞു മാറട്ടെ. ദുഷ്ടൻ്റെ ആധിപത്യം യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. യേശുവിൻ്റെ രക്തം ജയം. എന്താ പറയുന്നു? ഏതാണ്ട് തലേന്ന് ഏതാണ്ട് ഇറങ്ങിപ്പോയതിൻ്റെ കൂടെ. ഈ പ്രാർത്ഥന വന്നതിന് ശേഷം നിനക്ക് എന്തൊക്കെ അനുഭവം ഉണ്ടായി പറഞ്ഞ്? യേശു ക്രിസ്ത്യാനിയുടെ ആണോ അതോ എല്ലാവരുടെ ആണോ? എല്ലാം അറിയാം. യേശു ക്രിസ്ത്യാനിയുടെ ആണോ എല്ലാവരുടെ ആണോ? എല്ലാം അറിയാം കൂടെ. എല്ലാവരുടെ. നിന്റെ ആന്ന് പറയടാ. എൻ്റെയും കൂടെ. എൻ്റെ യേശു ആന്ന് പറ. എൻ്റെ ദൈവം. ആരെങ്കിലും പറഞ്ഞാൽ നിന്റെ അല്ലാതാകത്തില്ല. ആവോ? നീ യേശുവിനെ വിളിക്കുന്നെങ്കിൽ, യേശുവിനെ ആരാധിക്കുന്നെങ്കിൽ, യേശുവിനെ അറിയുന്നെങ്കിൽ, യേശുവിന് വേണ്ടി ഹൃദയം കൊടുക്കുന്നെങ്കിൽ ആ യേശു നിൻ്റേതാണ്, ഒരു ക്രിസ്ത്യാനിയുടെ അല്ല. അപ്പോൾ ഇന്ന് മുതൽ യേശു നിൻ്റേതാണോ? എൻ്റെ ഹൃദയത്തിൽ ആരെ വസിപ്പിക്കും? യേശുവിനെ. എന്തൊക്കെയാ ഈ പ്രാർത്ഥന വന്നതിന് ശേഷം അനുഭവം ഉണ്ടായി? തലയിലൊരു എറുത്ത് പോലെ. തലയിലൊരു എർത്ത് പോലെ അല്ലേ? ആ, വൈദ്യുതി ഷോക്ക്. വൈദ്യുതി ഷോക്കും വെള്ളവെട്ടം. അത് ഇന്നുണ്ടായതാണോ അതോ ഇന്നുണ്ട്? ആദ്യം പത്തനംതിട്ട വെച്ച് എന്താ നിനക്ക് പറഞ്ഞത്? പത്തനംതിട്ട വെച്ച് അവിടെ വെച്ചപ്പോൾ ആദ്യം ഒത്തിരി ഇതായിരുന്നു, പ്രശ്നമായിരുന്നു. മറ്റേ സാധനം കൂടെ ഉണ്ടായിരുന്നവനങ്ങ് പോയോ? അത് പോയി. പോകത്തില്ലെന്നൊക്കെ പറഞ്ഞ് പോയി. എങ്ങനെയായിരുന്നു അവൻ്റെ രൂപം? എങ്ങനെ? നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു. ഉറക്കത്തിൽ വന്ന് ശല്യം ചെയ്യുമായിരുന്നു. വീട്ടുകാരെ കൊല്ലുന്നതും പിന്നെ പണ്ടുള്ള ആൾക്കാരെ കൊല്ലുന്നതും ഒക്കെ കാണിക്കുമായിരുന്നു. അവൻ ഒരുപാട് പേരെ കൊന്നിട്ടുള്ളവനാ. നിന്നെയും കൊല്ലുമെന്ന് പറഞ്ഞോ? ആ, ഇപ്പോഴോ? എല്ലാവരെയും കൊല്ലുമെന്ന് പറഞ്ഞു. ആളെങ്ങോട്ട് പോയി? മോനെ, ഇത് സ്വർഗീയ അഗ്നിയാ. ഈ തീയോട് കളിക്കാൻ ഒരു പൈശാചിക ശക്തിക്കും പറ്റത്തില്ല. നീ ദൈവത്തിൽ വിശ്വസിച്ചൂടെ വന്നെങ്കിൽ ആ ദൈവം നിന്നെ വഴിയിൽ ഉപേക്ഷിക്കുന്നവനല്ല. എത്ര കെട്ട് കെട്ടിയിരുന്നെല്ലാം കൂടെ? ആര്? 3 കെട്ട്. 3 കഴിഞ്ഞോ? 3 തീർന്നു. 3 തീർന്നു. കഴുത്തേലേ 3 മുഴ പോലെ ഉണ്ടായിരുന്നു. 3 മുഴ പോലെ ഉണ്ടായിരുന്നു. ഏത് ഭാഗത്താ? ഇവിടോ? അപ്പം 3 മുഴയില്ല. സ്വർഗപിതാവേ, അങ്ങയുടെ തിരുരക്തത്തിൻ്റെ ശക്തി ഇവൻ്റെ മേൽ വ്യാപരിച്ചിരിക്കാതെ സ്തോത്രം. കാണുന്നവൻ എല്ലാം അറിയുന്നവൻ
കൈവിടുമോ ഒരു നാളും. എൻ്റെ വിരൽസമ്മ എന്താ പറ്റി? ഒത്തിരി നാളായിട്ട് എനിക്ക് വൈശാഖിക ബന്ധനം എൻ്റെ ദേഹത്തുണ്ടായിരുന്നു. തലവേദന, പല ശരീരത്തിലല്ല ഓരോ വേദനകൾ. എവിടുന്നാ വരുന്നേ? ഹരിപ്പാട്. ഇപ്പം എങ്ങനെയുണ്ട്? എന്തോ സംഭവിച്ചപ്പോൾ ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ചു. ശരീരത്തിൽ നിന്നെല്ലാം ഇറങ്ങിപ്പോയി. എനിക്ക് സഹിക്കാൻ തന്ന എൻ്റെ യേശു. അപ്പോൾ എന്നെ സ്നേഹിക്കും. ഇവിടെ കൂടെ വന്നാരാ? എൻ്റെ ആങ്ങളയുടെ മരുമോളാണ്. എന്തുവായിരുന്നു ഈ കൊച്ചിന് പ്രശ്നം? വിവാഹം കഴിച്ചിട്ട് കുട്ടികളൊന്നുമില്ല. പിന്നെ എത്ര നാളായിട്ട് ഈ പ്രശ്നമുണ്ട് നമുക്കറിയാം? ഞങ്ങൾ നാത്തൂന് കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുന്നത്. കല്യാണം കഴിഞ്ഞിട്ട് 7 വർഷമല്ലേ? 9 വർഷം. ഇപ്പം വത്സമ്മ എന്നല്ലേ പറഞ്ഞേ? എൽസമ്മ എന്തോ അനുഭവപ്പെട്ട ഞാൻ കൈവച്ചപ്പോൾ? ശരീരത്തിൽ നിന്നെല്ലാം ഇറങ്ങിപ്പോയി. എല്ലാ അസ്വസ്ഥതകളും, പൈശാചിക ബന്ധനം എല്ലാം പോയി.